ഹലോ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ കഥ ഒരു അലസമായ ഉറുമ്പിനെ പറ്റിയാണ്. ഒരിക്കൽ ഒരിടത്ത് സ്വന്തം ആവശ്യത്തിനുള്ള ഭക്ഷണം ശേഖരിക്കാനും കൂട്ടിൽ സൂക്ഷിക്കാനും ദിവസവും കഠിനാധ്വാനം ചെയ്ത ഉറുമ്പുകളുടെ ഒരു കോളനി ഉണ്ടായിരുന്നു. ശീതകാലം ഉടൻ വരുമെന്ന് അവർക്കറിയാമായിരുന്നു. വരാനിരിക്കുന്ന തണുപ്പും വിശപ്പും ഉള്ള ദിവസങ്ങളിൽ ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാനായി അവർ തയ്യാറെടുക്കുകയായിരുന്നു. എന്നാൽ അവിടെ വളരെ മടിയനായ ഒരു ഉറുമ്പും ഉണ്ടായിരുന്നു. ജോലി ചെയ്യാൻ അവൻ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഉറുമ്പുകളെ സഹായിക്കാതിരിക്കാൻ അവൻ എപ്പോഴും ഒഴികഴിവുകൾ പറഞ്ഞു മാറി നടക്കുമായിരുന്നു. കളിക്കാനും ഉറങ്ങാനും മറ്റുള്ളവർ ശേഖരിക്കുന്ന ഭക്ഷണം കഴിച്ചും സമയം ചെലവഴിക്കാൻ അവൻ ഇപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നത്. ശീതകാലം വരുമ്പോൾ തന്റെ അലസയിൽ പശ്ചാത്തപിക്കുമെന്ന് മറ്റു ഉറുമ്പുകൾ അവന് മുന്നറിയിപ്പ് നൽകിയിട്ടും അവൻ അത് ഒരിക്കലും ഉൾക്കൊണ്ടില്ലായിരുന്നു. കഠിനാധ്വാനം ചെയ്യണമെന്നും കോളനിയുടെ നിലനിൽപ്പിന് സംഭാവന നൽകണമെന്നും അവർ അവനോട് പറഞ്ഞു. പക്ഷേ അലസനായ ഉറുമ്പ് അതൊന്നും കേട്ടില്ല. തനിക്ക് എപ്പോഴും മറ്റെവിടെയെങ്കിലും ഭക്ഷണം കണ്ടെത്താമെന്നും അല്ലെങ്കിൽ മറ്റുള്ളവരോട് യാചിക്കാമെന്നും അവൻ കരുതി. അങ്ങനെ അവിടെ ശീതകാലം വന്നു. കാലാവസ്ഥ തണുത്തതും മഞ്ഞു വീഴുന്നതും ആയിത്തീർന്നു. കോളനിയിൽ ഭക്ഷണത്തിന് ക്ഷാമം അനുഭവപ്പെട്ടു. ഉറുമ്പുകൾ എല്ലാരും അവരുടെ കൂടിനുള്ളിൽ താമസിച്ചു. അവിടെ അവരുടെ അടുത്ത് വസന്തകാലം വരെയുള്ള ആവശ്യത്തിന് ഭക്ഷണം ഉണ്ടായിരുന്നു. അവരുടെ കഠിനാധ്വാനത്തിന് അവർ സന്തുഷ്ടരും സംതൃപ്തരുമായിരുന്നു. പക്ഷേ അലസനായ ഉറുമ്പ് അപ്പോൾ സന്തോഷിച്ചില്ല. അവന്റെ കൂട്ടിൽ ഭക്ഷണമൊന്നും സൂക്ഷിച്ചിരുന്നില്ല. അവൻ പട്ടിണിയിലായി. ഭക്ഷണം തേടി പുറത്തേക്ക് പോയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. അവൻ മറ്റു മൃഗങ്ങളോട് യാചിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവരെല്ലാം അവനുമായി ഭക്ഷണം പങ്കിടാൻ വിസമ്മതിച്ചു. അവസരം കിട്ടിയപ്പോൾ ജോലി ചെയ്യണമായിരുന്നുവെന്നു അവർ പറഞ്ഞു. അലസനായ ഉറുമ്പിന് തന്റെ തെറ്റ് വളരെ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. മറ്റു ഉറുമ്പുകൾ പറയുന്നത് കേട്ട് അവരെപ്പോലെ കഠിനാധ്വാനം ചെയ്തിരുന്നെങ്കിൽ എന്ന് അവൻ ആഗ്രഹിച്ചു. അലസത കഷ്ടപ്പാടിലേക്കും കഠിനാധ്വാനം സന്തോഷത്തിലേക്കും നയിക്കുന്നു എന്ന് അവൻ മനസ്സിലാക്കി. അലസത കഷ്ടപ്പാടിലേക്കും കഠിനാധ്വാനം സന്തോഷത്തിലേക്കും നയിക്കുന്നു എന്നതാണ് ഈ കഥയുടെ ധാർമ്മികത. അലസനായ ഉറുമ്പ് തന്റെ പ്രവൃത്തികളുടെ അനന്തരഫലങ്ങൾ അഭിമുഖീകരിച്ചപ്പോൾ കഠിനമായ വഴി പഠിപ്പിച്ച പാഠമാണിത്. ഉത്സാഹവും ഉത്തരവാദിത്തവും ഉള്ളവരായിരിക്കാനും ഭാവിക്കായി തയ്യാറെടുക്കാനും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. ശൈത്യകാലത്തെ അതിജീവിക്കാൻ മറ്റു ഉറുമ്പുകൾ ഒരുമിച്ച് പ്രവർത്തിച്ചതിനാൽ ഇതിൽ നിന്നും നമുക്ക് ഒരു ടീം വർക്കിന്റെയും സഹകരണത്തിന്റെയും മൂല്യവും എത്ര നല്ലതെന്ന് മനസ്സിലാക്കി തരുന്നു. നിങ്ങൾ കഥ ആസ്വദിച്ചു എന്ന് കരുതുന്നു. നമുക്ക് എങ്കിൽ അടുത്ത കഥയിലേക്ക് പോകാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്തു കൊടുക്കുക. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ കഥ ഒരു അഹങ്കാരിയായ മയിലും എളിമയുള്ള കുരുവിയുടെയുമാണ്. ഒരു കാട്ടിൽ ഭയങ്കര അഭിമാനിയായ ഒരു മയിൽ താമസിച്ചിരുന്നു. സൂര്യനിൽ തിളങ്ങുന്ന മനോഹരമായ തൂവലുകൾ അവനുണ്ടായിരുന്നു. എല്ലാവരോടും തന്റെ തൂവലുകൾ കാണിക്കാനും താൻ എത്ര സുന്ദരനാണെന്ന് കാണിച്ചു അഭിമാനിക്കാനും അവൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു ദിവസം അവൻ ഒരു കൊമ്പിൽ ഇരിക്കുന്ന വിനീതനായ ഒരു കുരുവിയെ കണ്ടു. കുരുവിക്ക് പ്ലെയിൻ ബ്രൗൺ തൂവലുകളും ചെറിയ ശരീരവുമാണ് ഉണ്ടായിരുന്നത്. മയിലിന് കുരുവിയോട് അനുകമ്പ തോന്നി. അവൻ കുരുവിയോട് ചെന്ന് പറഞ്ഞു, പാവം കുരുവി, നീ വളരെ വൃത്തികെട്ട ശരീരവും ചുരുങ്ങിയ ചെറിയതുമായവയാണ്. നിങ്ങൾ സ്വയം എങ്ങനെ ജീവിക്കുന്നു? നിങ്ങളുടെ രൂപത്തെക്കുറിച്ച് ഓർത്തു നിങ്ങൾ ലജ്ജിക്കണം. മയിലിന്റെ വാക്കുകൾ കുരുവിയെ മോശമായി ഒന്നും തോന്നിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി, പക്ഷേ ഞാൻ എന്നിൽ തന്നെ സന്തുഷ്ടനാണ്. ജീവിതം ആസ്വദിക്കാൻ എനിക്ക് സുന്ദരിയോ മിന്നുന്നതോ ആയ ഒന്നും ആവശ്യമില്ല. എന്നെ സ്നേഹിക്കുന്ന ധാരാളം സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഞാൻ എങ്ങനെയിരിക്കുന്നു എന്നതില്ല എനിക്ക് കാര്യം. മയിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സുഹൃത്തുക്കളെ, എന്താണ് സുഹൃത്തുക്കൾ? നിങ്ങളെപ്പോലെ വിരൂപരും മന്ദബുദ്ധികളുമായ മറ്റ് കുരുവികളെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവർ നിങ്ങളുടെ സുഹൃത്തുക്കളല്ല, നിങ്ങളുടെ ശത്രുക്കളാണ്. അവർ എന്നോടും എന്റെ സൗന്ദര്യത്തോടും അസൂയപ്പെടുന്നു. അവർ എന്നെപ്പോലെ ആവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അവർക്ക് ഒരിക്കലും അങ്ങനെ ആകാൻ കഴിയില്ലെന്ന് അവർക്കറിയാം. കുരുവി പറഞ്ഞു, നിനക്ക് തെറ്റിപ്പോയി മയിലേ. എന്റെ സുഹൃത്തുക്കൾക്ക് നിന്നോട് അസൂയയില്ല. അവർക്ക് നിങ്ങളോട് സങ്കടമുണ്ട്. അവർക്കറിയാം നിങ്ങൾ ഏകാന്തതയും അഹങ്കാരിയുമാണെന്ന്. നിങ്ങളുടെ സന്തോഷമോ സങ്കടമോ പങ്കിടാൻ നിങ്ങൾക്ക് ആരുമില്ല. നിങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്നു.
നിങ്ങളെയും നിങ്ങളുടെ തൂവലുകളും. മയിൽ പറഞ്ഞു, നീ കള്ളം പറയുകയാണ്, കുരുവി. നീ എന്നെക്കുറിച്ച് മോശമായി തോന്നാൻ ശ്രമിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് എന്നെ കബളിപ്പിക്കാൻ കഴിയില്ല. കാട്ടിലെ ഏറ്റവും സുന്ദരിയും ആരാധിക്കപ്പെടുന്ന പക്ഷി ഞാനാണെന്ന് എനിക്കറിയാം. എല്ലാവരും എന്നെ സ്നേഹിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു ആൾ മാത്രമാണ്. കുരുവി പറഞ്ഞു, മയിലേ, നീ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവരും നിന്നെ സ്നേഹിക്കുന്നുവെന്നും പ്രശംസിക്കുന്നുവെന്നും നിങ്ങൾ കരുതുന്നു. പക്ഷേ അവർ ചെയ്യുന്നില്ല. അവർ നിങ്ങളെ മുഖസ്തുതിപ്പെടുത്തുകയും നിങ്ങളുടെ പുറകിൽ നിന്ന് നിങ്ങളെ പരിഹസിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ മായയും വിഡ്ഢിത്തവും കണ്ട് അവർ ചിരിക്കുന്നു. നിങ്ങൾ വെറും ഒരു ആരും ബഹുമാനിക്കാത്ത തമാശ മാത്രമായാണ് മാറുന്നത്. മയിൽ പറഞ്ഞു, മതി. കുരുവി, നീ വളരെ ദൂരം പോയി. എന്നെയും എന്റെ തൂവലിനെയും നീ അപമാനിച്ചു. എന്റെ മാനത്തെയും സൗന്ദര്യത്തെയുമാണ് നീ വെല്ലുവിളിച്ചത്. നീ എന്നെ ദേഷ്യം പിടിപ്പിച്ചു. ഇനി ഞാൻ ഇത് സഹിക്കില്ല. ഞാൻ നിന്നെ ഇതിനൊരു പാഠം പഠിപ്പിക്കാം. നിങ്ങൾ ഒരിക്കലും മറക്കാത്ത ഒരു പാഠം. കുരുവി പറഞ്ഞു, എന്താണ് പാഠം? മയിലേ, നിനക്കെന്നെ എന്ത് ചെയ്യാൻ കഴിയും? നിനക്കെന്നെ ഉപദ്രവിക്കാനോ അടുത്തെത്താനോ കഴിയില്ല. നിനക്കെന്നെ പിടിക്കാനോ തൊടാനോ കഴിയില്ല. നിനക്ക് ചിറകടിച്ച് ഭീഷണി മുഴക്കാനേ കഴിയൂ. ശക്തിയില്ലാത്തതും ദയനീയവുമാണ് നിന്റെ അവസ്ഥ. മയിൽ തൂവലുകൾ വിടർത്തി കൊക്ക് തുറന്ന് കുരുവിയുടെ അടുത്തേക്ക് ഓടി. കുരുവിയെ കുത്തി ചോര വീഴ്ത്താൻ അവൻ ആഗ്രഹിച്ചു. കുരുവി കൊമ്പിൽ നിന്ന് പറന്ന് മയിലിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അവൻ പറഞ്ഞു, നീ കണ്ടോ മയിലേ, നിനക്കെന്നെ പിടിക്കാനോ തൊടാനോ കഴിയില്ല. നീ വെറും മന്ദതയും വികൃതിയുമാണ്. മയിൽ അന്തരീക്ഷത്തിൽ കുരുവിയെ ഓടിച്ചിട്ട് നഖങ്ങൾ കൊണ്ട് പിടിക്കാൻ ശ്രമിച്ചു. കുരുവിയെ കരയിപ്പിക്കാൻ അയാൾ ആഗ്രഹിച്ചു. കുരുവി മയിലിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അവൻ പറഞ്ഞു, നീ കണ്ടോ മയിലേ, നിനക്കെന്നെ ഉപദ്രവിക്കാനോ തൊടാനോ കഴിയില്ല. നീ ക്ഷീണിതനും തളർന്നവനുമാണ്. ആകാശത്ത് എത്തുന്നതുവരെ മയിൽ കുരുവിയെ പിന്തുടർന്നു. കുരുവിയുടെ അടുത്തെത്തി അവനെ കഷ്ടപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചു. പക്ഷേ വളരെ ഉയരങ്ങളിലേക്ക് പറന്നുയർന്നപ്പോൾ മെയിലിന് നെഞ്ചിൽ പെട്ടെന്ന് വേദന അനുഭവപ്പെട്ടു. ശരീരത്തിന് താങ്ങാൻ പറ്റാത്തത്ര ഉയരത്തിലും വേഗത്തിലും അവൻ പറന്നു. അവൻ സ്വയം തളർന്നു. അവന്റെ ഹൃദയത്തിന് അത് താങ്ങാൻ കഴിഞ്ഞില്ല. അവൻ ആകാശത്ത് നിന്ന് ഒരു കല്ല് പോലെ താഴേക്ക് വീണു. വലിയ ശബ്ദത്തോടെ നിലത്ത് പതിച്ചു. അവന്റെ തൂവലുകൾ എല്ലായിടത്തും ചിതറിക്കിടക്കുകയും ശരീരം ഒടിഞ്ഞു നിർജീവമാവുകയും ചെയ്തു. മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയ കുരുവി മയിലിന്റെ വിധി കണ്ടു. അവൻ പറഞ്ഞു, നീ കാണുന്നുവോ മയിലേ, നീ നിന്റെ അഹംഭാവത്തിൽ നിന്നും മഹത്വത്തിൽ നിന്നും താഴേക്ക് വീണു. നിന്റെ സൗന്ദര്യവും അഭിമാനവും നഷ്ടപ്പെട്ടു. നിന്റെ അഹങ്കാരത്തിനും ക്രൂരതയ്ക്കും നീ വില കൊടുത്തു. ആശ്വാസവും സങ്കടവും കൊണ്ട് അവൻ പറന്നുപോയി. അദ്ദേഹം പറഞ്ഞു, വിട. മയിലേ, അടുത്ത ജന്മത്തിൽ നിങ്ങൾക്ക് സമാധാനവും വിവേകവും ലഭിക്കട്ടെ. ഇനി കഥയുടെ ധാർമ്മികത, മറ്റുള്ളവരുടെ രൂപമോ പദവിയോ കാരണം നാം അവരെ നിസ്സാരമായി കാണരുത്. നിങ്ങൾ ഈ കഥ ആസ്വദിച്ചു എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ലൈക്ക് ബട്ടൺ അമർത്തി മറ്റു കൂട്ടുകാർക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ കഥയുടെ പേര് പുസ്തകപ്പുഴുവും ലൈബ്രറിയും എന്നാണ്. പണ്ട് പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെട്ട താര എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ മുറിയിൽ പുസ്തകങ്ങളുടെ ഒരു വലിയ ശേഖരം ഉണ്ടായിരുന്നു. അവൾ എപ്പോഴും കൂടുതൽ വായിക്കാൻ ആഗ്രഹിച്ചു. ഒരു ദിവസം അവൾ അമ്മയോടൊപ്പം കുറച്ച് പുതിയ പുസ്തകങ്ങൾ കടം വാങ്ങാൻ ലൈബ്രറിയിലേക്ക് പോയി. നിറപ്പകിട്ടാർന്നതും തിളങ്ങുന്നതുമായ പുസ്തകങ്ങൾ നിറഞ്ഞ ഒരു ഷെൽഫ് അവൾ കണ്ടു. അവൾ വേഗം അവയിൽ ചിലത് എടുത്ത് ബാഗിൽ വെച്ചു. ശീർഷകങ്ങളെയോ രചയിതാക്കളെയോ നോക്കാൻ അവൾ മെനക്കെടുന്നില്ല. അതിന്റെ പുറംചട്ട നോക്കിയാണ് അവൾ എല്ലാം എടുത്തിട്ടത്. പഴയതും പൊടിപിടിച്ചതുമായ പുസ്തകങ്ങൾ നിറഞ്ഞ മറ്റൊരു ഷെൽഫും അവൾ കണ്ടു. അത് വളരെ വിരസമായി അവൾക്ക് തോന്നി. അവൾ അവ അവഗണിച്ചു. അവ വായിക്കാൻ യോഗ്യമല്ലെന്ന് അവൾ കരുതി. ആ പുസ്തകങ്ങൾ യഥാർത്ഥത്തിൽ ക്ലാസിക്കുകളാണെന്നും അവയിൽ അതിശയകരമായ കഥകളുണ്ടെന്നും അവൾക്ക് അറിയില്ലായിരുന്നു. അവ വായിക്കാനും പഠിക്കാനുമുള്ള അവസരം അവൾക്ക് നഷ്ടമായി. വീട്ടിലെത്തിയ അവൾ കടം വാങ്ങിയ പുസ്തകങ്ങളിലൊന്ന് ആകാംക്ഷയോടെ തുറന്നു നോക്കി. മനോഹരമായ പുറംചട്ടയുമായി യാതൊരു ബന്ധവുമില്ലാത്ത വളരെ വിഡ്ഢിത്തവും ആഴം കുറഞ്ഞതുമായ കഥയാണ് അതെന്നറിഞ്ഞപ്പോൾ അവൾ നിരാശയായി. അവൾ മറ്റൊരു പുസ്തകം പരീക്ഷിച്ചു. പക്ഷേ അത് തന്നെയായിരുന്നു അവസ്ഥ.
താൻ കടം വാങ്ങിയ പുസ്തകങ്ങളെല്ലാം പുറത്ത് ഭംഗിയുള്ളതാണെങ്കിലും ഉള്ളിൽ ശൂന്യമാണെന്ന് അവൾ മനസ്സിലാക്കി. അവൾക്ക് വഞ്ചിക്കപ്പെടുകയും ദേഷ്യവും തോന്നി. പുസ്തകങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ, അവയുടെ പുറംചട്ടകൾ വെച്ച് മാത്രം അവയെ വിലയിരുത്താതിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചു. അന്ന് അവൾ വിലപ്പെട്ട ഒരു പാഠം പഠിച്ചു: ഒരു പുസ്തകത്തെയും അതിന്റെ പുറംചട്ട നോക്കി വിലയിരുത്തരുത്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ കഥ ആസ്വദിച്ചു എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ഉടൻ തന്നെ ലൈക്ക് ബട്ടൺ അമർത്തുകയും നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യുക.